ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലെ SIR നടപടികൾക്ക് തൽക്കാലം സുപ്രീം കോടതി സ്റ്റേ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ ഹർജികളൊക്കെ ഇനിയിപ്പോൾ 26-ന് വിശദമായി പരിഗണിക്കാനായി കോടതി മാറ്റുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ധനേഷ് രവീന്ദ്രൻ നൽകും. ധനേഷ്, സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുമാണ് കോടതിയിൽ എത്തിയിരുന്ന അവരുടെ ഹർജികളാണ് പരിഗണിച്ചത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഈ വിഷയത്തിൽ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തേടിയിരിക്കുകയാണ്. ഈ മാസം 26-ന് കേസ് വീണ്ടും പരിഗണിക്കാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായി വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ മാറ്റർ മാത്രം, അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ SIR-നെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ CPM, ലീഗ്, കോൺഗ്രസ്, CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജികൾ ഈ മാസം 26-ന് പരിഗണിക്കാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്റ്റേ ആവശ്യം ഹർജിക്കാർ ഇപ്പോൾ ഈ ആദ്യ വാദത്തിൽ ഉന്നയിച്ചിട്ടില്ല. കാരണം അതിനുള്ള സമയ പരിധി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ